വിശദാംശങ്ങളുമായി സലാം മുഹമ്മദും നിതിൻ രാജിന്റെ വീട്ടിൽ നിന്ന് സുനിൽ ഐസക്കും ചേരുന്നുണ്ട്. ആദ്യം സലാം മുഹമ്മദിലേക്ക്. സലാം, സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിട്ടത് എന്ന് നിതിന്റെ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരിക്കലും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നതെന്നും കൃത്യമായി നമുക്ക് നിതിന്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. അത് വിനിഷ, അതിക്രൂരമായ മാനസിക പീഡനമാണ് നിതിൻ രാജ് നേരിട്ടത് എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ തന്നെ വലിയ അധിക്ഷേപം തന്നെ നിതിൻ രാജ് നേരിട്ടു. വിഡ്ഢി എന്ന് വിളിച്ചു, പേപ്പട്ടി എന്ന് വിളിച്ചു. ആ രീതിയിൽ വലിയ അധിക്ഷേപം വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച്, മറ്റു വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് നിതിൻ രാജ് നേരിട്ടു. ഇതിലൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അത്തരത്തിൽ മാനസിക ബുദ്ധിമുട്ട് നേരിട്ടതിനെ തുടർന്നാണ് നിതിൻ രാജ് ജീവനൊടുക്കി എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകാനുള്ളത്. ഏതായാലും കുടുംബം ഈ ജീവനൊടുക്കിയെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ആ രീതിയിൽ വലിയ മാനസിക ശക്തിയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണ് എന്നുള്ള സംശയം ഇപ്പോൾ കുടുംബം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഒരു അധ്യാപകൻ കാലും കൈയും തല്ലിയൊടിക്കുമെന്ന തരത്തിൽ തന്നെ പറയുന്നുണ്ട്. അതൊരു അധ്യാപകന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആ രീതിയിൽ കായികമായി ഉപദ്രവിക്കുമെന്ന ഒരു ഭീഷണി ഇതിലുണ്ട്. അതൊക്കെ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കുടുംബത്തിന്റെ സംശയത്തെ സാധൂകരിക്കുന്നത് കൂടിയാണ്. അതെന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തും അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും നിതിൻ രാജ് നേരിട്ടത് മറ്റു വിദ്യാർത്ഥികളോടും സമാന രീതിയിൽ തന്നെയാണ് ഈ അധ്യാപകർ പെരുമാറാറുള്ളത്. ഒരു പക്ഷേ നിതിൻ രാജിന്റെ ഭാഗത്താണ് ഒരു പ്രതികരണം എന്ന നിലക്ക് ഉണ്ടാകുന്നത്. അത് കൂടുതൽ അധ്യാപകരെ പ്രകോപിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും കൂടുതൽ മാനസിക പീഡനം നിതിൻ രാജിന് നേരിടേണ്ടി വന്നത്. സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി മറ്റു അധ്യാപകർ കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി എന്നുള്ളത് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മറ്റു കൂട്ടുകാർക്കാണ് ഈ ശബ്ദ സന്ദേശം അയച്ചിട്ടുള്ളത്. കൂട്ടുകാർ ഇങ്ങനെ പ്രതികരണത്തിന് തയ്യാറായതിനെ തുടർന്ന് നിതിൻ രാജിനെ പിന്തുണക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. ആ കാര്യം കൂടി ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വലിയ മാനസിക പീഡനം നിതിൻ രാജ് നേരിട്ടു. അതിന് പിന്നാലെയാണ് കുട്ടിയുടെ മരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 അധ്യാപകരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് നടപടി എടുത്തിട്ടുള്ളത്. മറ്റു അധ്യാപകർ കൂടി ഈ മരണത്തിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നിതിൻ രാജിന്റെ പുറത്തുവന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോളേജ് ഒരു പ്രത്യേക സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് അധ്യാപകരുടെ വീഴ്ച എന്നുള്ളത് കൃത്യമായി മനസ്സിലാവുക. അവരുടെ ഭാഗത്തുണ്ടായ ഇടപെടൽ അല്ലെങ്കിൽ കുട്ടിയെ ഏതൊക്കെ തരത്തിലാണ് പീഡിപ്പിച്ചിട്ടുള്ളത്, മറ്റു വിദ്യാർത്ഥികളോടുള്ള അധ്യാപകരുടെ പെരുമാറ്റം എങ്ങനെ, ഈ രീതിയിലുള്ള അധ്യാപകരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളൊക്കെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. കോളേജിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. കുട്ടി നേരിട്ട മാനസിക പീഡനങ്ങൾ എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ. അതിൽ കൃത്യമായി അധിക്ഷേപിക്കുന്നുണ്ട്, ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നുണ്ട്, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നുണ്ട്. ആ രീതിയിൽ ആ കുട്ടിയെ മാനസികമായി വലിയ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ്, അധ്യാപകരുടെ ഭാഗത്ത് അത്തരത്തിലുള്ള പീഡനം ഉണ്ടായി എന്നുള്ളതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. വിനിഷ.